സെക്യൂരിറ്റിയെ വെച്ചോ? പണ്ട് വലിയ സ്ഥാപനങ്ങളിലായിരുന്നു സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ചെറിയ സ്ഥാപനങ്ങളിലും എന്തിനേറെ വീടുകളിൽ പോലും സെക്യൂരിറ്റികളെ കാണുന്നുണ്ട്. സ്ഥാപനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സെക്യൂരിറ്റികളെ നിയമിക്കാറുണ്ട്. സ്ഥാപനത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ, മോഷ്ടിക്കപ്പെടാതിരിക്കാൻ, അവ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയൊക്കെയാണ് അവരുടെ ചുമതല. ഇനി സ്ഥാപനങ്ങളിലേക്കുള്ള സന്ദർശക പ്രവാഹം അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയും സെക്യൂരിറ്റികളെ വെക്കാറുണ്ട്. കാരണം സ്ഥാപനത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത അതിലധികമായിട്ടുള്ള സന്ദർശകർ ഉണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായ സമയക്രമമോ പ്രത്യേകമായ ദിവസങ്ങളോ നിശ്ചയിക്കാനും സന്ദർശകരെ ഓരോരുത്തരെയായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളെ ആയിട്ട് കൈകാര്യം ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരെ തിരിച്ചയക്കാനുമൊക്കെ സെക്യൂരിറ്റികൾ ഉണ്ടായേ തീരൂ. വരുമാനത്തിന്റെ കാര്യത്തിലും ഇതുപോലുള്ള ചില സാഹചര്യങ്ങളുണ്ട്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. വരുമാനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. കാരണം വരുമാനം പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ സുരക്ഷിതത്വം ആദ്യമേ നോക്കേണ്ടതാണ്. പിന്നെ മാത്രമല്ല, ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് വരുമാനത്തിന് എത്രമാത്രം വളർച്ചയുണ്ടാവും, എത്രമാത്രം റിട്ടേൺസ് ഉണ്ടാകും, അതുപോലെ തന്നെ എത്രമാത്രം ലാഭം ഉണ്ടാകും എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ പാർക്കിംഗ് ഗ്രൗണ്ട് തീരുമാനിക്കാനും വരുമാനത്തെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും. അപ്പം അതുകൊണ്ട് സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പാർക്കിംഗ് ഗ്രൗണ്ട് മതിയാകും. നേരെ മറിച്ച് വരുമാനത്തിൻ്റെ സന്ദർശകർ, അവിടെയും വരുമാനത്തിന് തീരെ സന്ദർശകരില്ലെങ്കിൽ, അതായത് ആവശ്യക്കാരാരുമില്ലെങ്കിൽ, ചിലവുകളില്ലെങ്കിൽ, അപ്പോഴും സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. കാരണം അപ്പോഴൊക്കെ വരുമാനം പാർക്ക് ചെയ്യുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, അവിടുത്തെ റിട്ടേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. നേരെ മറിച്ച് വരുമാനം പരിമിതമായിരിക്കുകയും ആവശ്യക്കാർ വളരെയധികം വർദ്ധിച്ച തോതിലായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിച്ചേ മതിയാകൂ. കാരണം ചിലവുകൾ എന്ന് പറയുന്നത് എല്ലാ ചിലവുകൾക്കും വരുമാനത്തിൽ ഇടം കണ്ടെത്താനായിരിക്കും ആഗ്രഹം. മാത്രവുമല്ല, അച്ചടക്കമൊന്നുമില്ലാതെ ചിലവുകളെല്ലാം ഇടിച്ചു കയറി വരുമാനത്തെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ വരുമാനത്തിന് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയ്ക്ക് വന്നു ചേരാം. അപ്പോൾ ചിലവുകളെ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്ത് അവയുടെ അതിൽ അനാവശ്യ ചിലവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഒഴിവാക്കി ബാക്കിയുള്ള ചിലവുകളിൽ തന്നെ അവയുടെ പ്രാധാന്യമനുസരിച്ച് അവയ്ക്ക് ഒരു സമയക്രമം കണ്ടെത്തി, അവയ്ക്കൊരു പ്രത്യേക ഊഴം കണ്ടെത്തി, അങ്ങനെ കുറേശ്ശെയായിട്ട് ചിലവുകളെ അവയുടെ ആ ഒരു പ്രാധാന്യത്തിൻ്റെ ക്രമത്തിൽ വരുമാനത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സുരക്ഷിതമാണ്. വരുമാനത്തിൻ്റെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. മാത്രമല്ല, ഈ ചെലവുകൾക്ക് വരുമാനത്തിൽ സ്പേസ് കണ്ടെത്താനും നല്ലതാണ്. ചിലവുകൾ എല്ലാം കൂടി ഒരുമിച്ച് പോയാൽ ഒരുപക്ഷെ വരുമാനത്തിൽ സ്പേസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, 2, 3, 4 ചിലവുകൾ കൊണ്ട് മാത്രം വേണമെങ്കിൽ ഒരു വരുമാനം ഹൈജാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. ഇതുകൊണ്ടാണ് പലർക്കും വരുമാനം കയ്യിൽ കിട്ടി, ശമ്പളമോ കമ്മീഷനോ ലാഭമോ എന്തായാലും അത് കയ്യിൽ കിട്ടി നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അത് തീർന്നിട്ട് പിന്നെയും അവശേഷിക്കുന്ന ചിലവുകൾക്ക് വേണ്ടി കടക്കാരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ചിലവുകൾക്കും നിയതമായ ഒരു വോളിയം അല്ലെങ്കിൽ അവയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പരിധി അല്ലെങ്കിൽ അവയ്ക്ക് വരുമാനത്തിൽ കണ്ടെത്താൻ കഴിയുന്ന സ്പേസിന് പരിധി അത് മുൻകൂർ നിശ്ചയിച്ചാൽ നമുക്ക് പരമാവധി ചിലവുകൾക്ക് അവ അത്യാവശ്യമുള്ളവയാണെങ്കിൽ വരുമാനത്തിൽ
ഇടം കണ്ടെത്താൻ, സ്പേസ് കണ്ടെത്താനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ വരുമാനത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനമാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉള്ളതുപോലെ തന്നെ നമ്മുടെ വരുമാനത്തിനും ബഡ്ജറ്റിംഗ് ആവശ്യമാണ്. ഇത് ജോസ് കാച്ചിപ്പള്ളി ജോസ് കാച്ചിപ്പള്ളി 1090. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.